ആരോഗ്യത്തിന് വേണ്ടി തൈര് ദിവസവും കഴിക്കണമെന്നാണ് പറയുന്നത്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ എങ്ങനെയാണ് തൈര് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആയുർവേദ പ്രകാരം തൈര് മുട്ട, മത്സ്യം, മദ്യം, മാംസം ഇവയുടെ കൂടെ കഴിക്കാൻ പാടില്ല. അത് വിരുദ്ധാഹാരമാണ്. ഇങ്ങനെ കഴിക്കുന്നവർക്ക് സ്കിൻ ഡിസീസ്, മുടി കൊഴിച്ചിൽ, താരൻ, സോറിയാസിസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. തടി കുറയാനും തൈര് കഴിക്കുന്നത് നല്ലതാണ്. തൈര് ചൂടാക്കി ഒരിക്കലും കഴിക്കരുത്. രാത്രിയും കഴിക്കാൻ പാടില്ല. കാരണം തൈര് തണുപ്പായതുകൊണ്ട് പനിയും കോൾഡും വരാൻ സാധ്യതയുണ്ട്. ആസ്മ, ജലദോഷം, പനി, ചുമ ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളപ്പോൾ തൈര് കഴിക്കാൻ പാടില്ല. എല്ലിൻ്റെ ആരോഗ്യത്തിനും ബലത്തിനും ദിവസവും തൈര് കഴിക്കണം. തൈരിൽ വിറ്റാമിൻ ഡിയും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരും അസിഡിറ്റി ഉള്ളവരും എല്ല് തേയ്മാനമുള്ളവരും ദിവസവും തൈര് കഴിക്കുന്നത് നല്ലതായിരിക്കും. തൈരുണ്ടാക്കാൻ വേണ്ടി പകൽ ഉറയൊഴിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ രാത്രി ഉറയൊഴിച്ച് വെച്ച് കാലത്ത് എടുക്കാം. 8-10 മണിക്കൂറിൽ കൂടുതൽ പുറത്തു വച്ചാൽ തൈരിൽ പുളി വർദ്ധിക്കും. അതുകൊണ്ട് 6-7 മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. തൈര് ലസ്സിയായിട്ടോ സലാഡായിട്ടോ കറി വച്ചിട്ടോ കഴിക്കാം. ഒരു ബൗളിലോ ഗ്ലാസ്സിലോ 1.5 കപ്പ് തിളപ്പിച്ച് ചൂടാറിയ പാലൊഴിക്കണം. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ തൈരോ മോരോ ഒഴിച്ച് അനക്കാതെ 6-7 മണിക്കൂർ വയ്ക്കണം. അറ്റ്ലീസ്റ്റ് 6-7 മണിക്കൂറെങ്കിലും അനക്കാതെ വച്ച് ഉറ കൂടിയ തൈരാണ് ഉപയോഗിക്കേണ്ടത്. ഉറ കൂടാത്ത തൈര് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സലാഡ് ഉണ്ടാക്കാൻ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ഇഞ്ചി, സവാള ഇതെല്ലാം ചെറുതായി അരിഞ്ഞെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും തൈരും ചേർത്ത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം.